നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ എറണാകുളം ജില്ലാ കോടതി ഇന്ന് വിധി പറയും. 5 വർഷം നീണ്ട വിചാരണയ്ക്കും നാടകീയ സംഭവങ്ങൾക്കും ശേഷമാണ് കേസിന്റെ വിധി വരുന്നത്. ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുക. കനത്ത സുരക്ഷാ വലയത്തിലാണ് കോടതി. പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. 2025 ഡിസംബർ 8 എന്ന ഇന്നത്തെ ദിവസം ചരിത്രപ്രധാനമാണ്. കേരള മനസാക്ഷി ഞെട്ടിച്ച, രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട മലയാള സിനിമാ നടി ഓടുന്ന വാഹനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിന്റെ വിധി പറയുന്ന ദിനമാണിന്ന്. സംഭവം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി കോടതി വിധി പറയാൻ പോകുന്നത്. അതിജീവിതയുടെ ശക്തമായ പോരാട്ടത്തിന്റെ ചരിത്രം കൂടി അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. 2017 ഫെബ്രുവരി 17 എറണാകുളം അങ്കമാലിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ നടിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ബലാത്സംഗ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ദിലീപ് കേസിലെ 8ാം പ്രതിയാണ്. പൾസർ സുനി, നടിയുടെ ഡ്രൈവർ മാർട്ടിൻ, ബി മണികണ്ഠൻ തുടങ്ങി ആകെ 10 പ്രതികളുണ്ട്. 10ാം പ്രതിയായിരുന്ന വിഷ്ണു മാപ്പുസാക്ഷിയായി. പ്രമുഖ നടീനടന്മാരടക്കം 261 സാക്ഷികളുള്ള കേസിൽ 28 പേർ മൊഴി മാറ്റി. 142 തൊണ്ടികൾ കോടതി പരിശോധിച്ചു. സാക്ഷി വിസ്താരത്തിന് മാത്രം കോടതി 438 ദിവസമെടുത്തു. ലൈംഗിക പീഡനം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, അശ്ലീല ചിത്രമെടുക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെയുള്ളത്. കേസിലെ പ്രതികൾക്കെല്ലാം നേരത്തെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മീഡിയ 1, കൊച്ചി.